ഡിപ്ലോമ, പിന്നെ പോസ്റ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു 6 വർഷം, പിന്നെ 1 വർഷം അവിടെ ഗസ്റ്റ് ആർട്ടിസ്റ്റായി. അപ്പോൾ സാധാരണ പോസ്റ്റ് ഡിപ്ലോമ അല്ലേ? പോസ്റ്റ് ഗ്രാജുവേഷൻ. അതെ, അത് സാധാരണ പഠിത്തം കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തു. അവരവിടുത്തെ ഡാൻസ് ഡ്രാമാസും അതിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ നമ്മുടെ മെയിൻ ഡയറക്ടറുടെ ലെറ്റർ വന്നു, ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഡാൻസ് ഡ്രാമാസിൽ പങ്കെടുത്തു. അതിനുശേഷം ആ വർഷം തന്നെ ജോലിയും കിട്ടി. അപ്ലൈ ചെയ്തിട്ട് അവിടെ തന്നെ കലാക്ഷേത്രത്തിൽ തന്നെ അധ്യാപകർ. ഇവിടെ എത്ര വർഷം പഠിക്കുന്നത്? പഠിച്ചത് 6 വർഷം. 6 വർഷം പഠിച്ചത് 6 വർഷം. പിന്നെ ഒരു വർഷം ഗസ്റ്റ് ആർട്ടിസ്റ്റായി നിന്നു. അതിനുശേഷം ഒരു 15 വർഷം പഠിച്ചു. ആർട്ടിസ്റ്റായിട്ട് ഒരു 15 വർഷം അവിടെ അധ്യാപനായിട്ട്. അധ്യാപനായിട്ട് 15 വർഷം ലെക്ചർ പോസ്റ്റിലായിരുന്നു. അപ്പോൾ ലെക്ചറായി. അത് കഴിഞ്ഞിട്ട് 2010 ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിരമിച്ചു. സാറ് സ്വന്തമായിട്ട് എൻ്റെ സഹൃദയ ഫൗണ്ടേഷൻ 2010 വിരമിച്ചു. വിരമിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടപ്രകാരം വിരമിച്ചത്. വോളണ്ടറി റിട്ടയർമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2011 സഹൃദയ ഫൗണ്ടേഷൻ ആരംഭിച്ചു. ഞാനും ഒരു 4 പേര് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഞാൻ ഡയറക്ടറാണ് അതിൻ്റെ. അവർ സുഹൃത്തുക്കളാണ്. അവർ കലാകാരന്മാരാണ്. ഒരാൾ പാടും, അതെൻ്റെ വൈഫിനെയാണ്. ഒരാൾ റിസർച്ചിനാണ്. അയാൾ ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. 4 പേര്. സംഗീതം, റിസർച്ച്, പിന്നെ 2 ഡാൻസേഴ്സ്. അവരൊക്കെ ഇവർ ചേർന്നിട്ട് അവർ എന്താ പറയുക, സാഹിത്യത്തിൽ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നൈപുണ്യമുള്ള ആളാണ്. അതെ. അപ്പോൾ അവർ കുറേ ഒരു ക്രിട്ടിക്കാണ്, ഒരു ജേർണലിസ്റ്റാണ്, ഒരു പോയറ്റാണ്, സിംഗറും കൂടിയാണ്. അവരെ കൂടിയാണ് ഈ ചേർന്നിട്ട്. ഞാൻ ഡയറക്ടർ, അവർ എൻ്റെ കൂടെയുള്ളവർ. ക്യാമ്പസായിട്ടല്ല, ഞങ്ങളൊരു 3 സെൻറ്റേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എവിടെ സെൻറ്റേഴ്സ്? തിരുവാൻമിയൂറിലും ബെസൻ നഗർ. തിരുവാൻമിയൂർ, ബെസൻ നഗർ. ആനി ബെസന്റ് നഗർ. ആനി ബെസന്റ് കേൾക്കണം. ആവശ്യമില്ല, ബെസൻ നഗർ എന്ന് മാത്രം. അതെ, ചെന്നൈ തന്നെയാണ്. അല്ല, തിരുവനന്തപുരം ബെസന്റ് നഗർ. പിന്നെ എവിടെ? ഈ 2 സ്ഥലത്ത് 3 എന്നുള്ളതാണ്. 2 സ്ഥലത്ത് 3 ബിൽഡിംഗ്. ചെന്നൈ അല്ലേ? അതെ. അപ്പോൾ അവിടെ മെയിൻ പഠിപ്പിക്കലാണ്. അതോ ഞങ്ങൾക്ക് പിന്നെ പഠിക്കാൻ വേണ്ടി കുറേ കുട്ടികളുണ്ട്, സീനിയേഴ്സ്. ഇപ്പോൾ ചെയ്ത് കാണിക്കുന്ന കുട്ടികളൊക്കെ അവിടെ പഠിച്ചു. ഇപ്പോൾ അവരവിടെ ടീച്ചേഴ്സാണ്. സഹൃദയ സെൻ്ററിൽ ഡാൻസ് കൂടാതെ വേറെ എന്തൊക്കെ? ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, പെർക്കഷൻസ് ഉണ്ട്, അലൈഡ് ആർട്സ് സബ്ജക്ട്സ് ഉണ്ട്, പോയട്രി ഉണ്ട്, ലാംഗ്വേജ് അപ്രിസിയേഷൻ ഉണ്ട്, വിഷ്വൽ ആർട്സ് ഉണ്ട്. ഇതെല്ലാം കോഴ്സായിട്ടാണ്? കോഴ്സായിട്ടില്ല. ഭരതനാട്യം പഠിക്കുന്നത് വരെ ഇതൊക്കെ പഠിച്ചു. പക്ഷേ മ്യൂസിക്കിന് മെയിൻ സബ്ജക്റ്റായിട്ട് മ്യൂസിക്കിനുണ്ട്. സോ ഭരതനാട്യം വെറും ഡാൻസ് പഠിച്ചാൽ എല്ലാം ആവില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇതൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നു. അവർക്ക് പോയട്രി ക്ലാസ് ഉണ്ട്. അത് ബോത്ത് റീജിയണൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് രണ്ടിലുമുണ്ട്. ഭരതനാട്യത്തിന് ആവശ്യമായ അലൈഡ് സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ചേർത്ത് പഠിപ്പിക്കും. ഭരതനാട്യം മാത്രമല്ല, ഇതിൻ്റെ ഒപ്പമുള്ള സഹായകമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നു. മ്യൂസിക്, ലിറ്ററേച്ചർ, വിഷ്വൽ ആർട്സ്, റിസർച്ച്, ഇതൊക്കെ ചേർത്ത് പഠിക്കുന്നു. അധികവും സാറേ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. പ്രാക്ടിക്കലും തിയറി, ഇതൊക്കെ തിയറി. അതിൻ്റെ പ്രാക്ടിക്കൽസിന് വേണ്ട എല്ലാ തിയറിയും അതിൽ ചേർത്ത് പഠിക്കുന്നു. പിന്നെ അതിൻ്റെ നട്ടുവാങ്ങൽ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കും. താളം ക്ലാസ്, ലൈൻ ക്ലാസ്, അങ്ങനെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലെസൺസും ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന സ്റ്റുഡൻസ് ശരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വരുന്നത് അങ്ങനെയല്ല? രണ്ടും ഉണ്ട്. ഇപ്പോൾ ഈ കണ്ട കുട്ടികളുടെ 2 പേര് കലാക്ഷേത്രയിൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടേക്ക് പിന്നെ അതങ്ങനെയുള്ളൊരു ചടങ്ങ്. ഈ വേറൊരു കുട്ടി ആദ്യം തൊട്ട് ബാലപാഠം തൊട്ട് ഞങ്ങൾ പഠിച്ചിട്ട് അവരുടെ സ്റ്റാൻഡേർഡിലെത്തി. സോ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇവിടെ വരുന്നവരുണ്ട്, കലാക്ഷേത്രം പോയിട്ട് വരുന്നവരുണ്ട്.
പിന്നെ ഈവനിങ്സ് ചെറിയ കുട്ടികൾക്ക് പ്രായ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, അവർക്ക് ക്ലാസ്സസ് ആണ്. അവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതെ. പിന്നെ അവിടെ ഒരു പെർഫോമൻസ് സെൻറ്റർ ഉണ്ട് ഞങ്ങൾക്ക്, ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ ഇതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സഹൃദയ റെപ്പറ്ററി കമ്പനി എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ട്. അതിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ അത് ഞങ്ങൾ പ്രോഗ്രാം ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും പെർഫോമൻസിന് വേണ്ടിയിട്ട്. സോ ദാറ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് അപ്പ് ഉണ്ടാവും. സഹൃദയ റെപ്പറ്ററി കമ്പനി. സഹൃദയ റെപ്പറ്ററി കമ്പനി പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്റ്റേജ് പ്രോഗ്രാം. അതെ, പെർഫോമൻസ്. അപ്പോൾ അവർ എങ്ങനെ ഈ ഡാൻസ് ഡ്രാമ എല്ലാം ഉണ്ട്, ചോയ്സസ് ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ ഭരതനാട്യം കോൺസെപ്റ്റ്, പിന്നെ തീമാറ്റിക്, പിന്നെ ഡാൻസ് ഡ്രാമ ബേസ്ഡ്. അങ്ങനെ ചെറുതോട്ട് വലിപ്പം എന്താ വെച്ചാൽ ഒരു മെഗാ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട്. 2 മണിക്കൂർ 2.25 മണിക്കൂറൊക്കെ. അപ്പോൾ അവിടെ അതിനുള്ളൊരു ചെന്നൈ അതിൻ്റെ ഒരു സെൻ്ററാണ്. അവിടുന്ന് ചെന്നൈയിൽ മാത്രമല്ല പല സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ക്വാളിറ്റി ആവശ്യമാണ്. ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഇതുണ്ടാവും. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അത്രയും ഇല്ല. യൂത്ത് ഫെസ്റ്റിവൽ ബേസ്ഡ് ആയിട്ട് പഠിത്തവും പഠിപ്പിക്കലുമാണ്. അതുകൊണ്ട് ഒരു പരിധി വരെ കഥകളിയൊന്നും അങ്ങനെയല്ല. കഥകളിക്കും കൂടിയാട്ടത്തിനൊക്കെ അത് അതിൻ്റെതായ ഭരതനാട്യത്തിലൊക്കെ കുറച്ചൊരു ഡാൻസ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെന്നൈയിലാണ് കൂടുതൽ സാർ. പല സ്ഥലത്തും ചെയ്യാറുണ്ട്. ചെന്നൈ ബേസ്ഡ് ആയതുകൊണ്ട് ചെന്നൈയിൽ കൂടുതൽ ചെയ്യും. ചെന്നൈയിലാണ് കൂടുതലായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പം ഞങ്ങളെ കാണിച്ച വീഡിയോ ക്ലിപ്സൊക്കെ US ചെയ്തതാണ്. പല സ്ഥലത്തും പോയിട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ സ്ഥലത്തും പോകാറുണ്ടെന്ന് എഴുതിയോ മതിനെ. USA മാത്രം വിദേശങ്ങളിൽ പോകാറുണ്ട്. വിദേശത്ത് അനവധി പോകാറുണ്ട്. അത് പ്രത്യേക സ്ഥലത്തൊന്നുമില്ല. അത് കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് USA, UK, ഓസ്ട്രേലിയ, സൗത്ത് ഏഷ്യൻ കൺട്രി അങ്ങനെയൊക്കെയാണ്. പിന്നെ ICCR ഗവൺമെൻറ് തന്നെ ഏർപ്പാടാക്കുന്നതുണ്ട്. അതിന് അങ്ങനെ ഏർപ്പാടാക്കുമ്പോൾ കുറച്ച് ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. ബ്രസീൽ അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ. മറ്റുള്ളതൊക്കെ പ്രൈവറ്റ്.